ആളുകൾക്കൊരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട്, പാനലും ഇൻവെർട്ടറും മാറ്റി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടും എന്നുള്ളത്. അങ്ങനെയല്ല. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല പാനൽസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടോപ്കോൺ സീരീസ് ആണ്. നമുക്കൊരു 600 വാട്ട്സ് 570 to 620 വാട്ട്സിലൊക്കെ വരുന്ന ടോപ്കോൺ ടണൽ ഓക്സൈഡ് പാസിവേറ്റഡ് കോണ്ടാക്ട് എന്നാണ് വരുന്നത്. ഒരു എക്സ്ട്രാ സിലിക്കൺ ലെയർ വെച്ച് നമ്മൾ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടുകയാണ്. ഈ പാനലിനാണ് ഇപ്പോൾ ഏറ്റവും എഫിഷ്യൻസി ഉള്ളത്. ആദ്യം നമുക്ക് പോളി പാനൽസ് ആയിരുന്നു, പിന്നീട് അത് മോണോപർക്ക് പാനൽസ് ആയി, പിന്നെ അത് ബൈഫേഷ്യൽ പാനൽസ് ആയി. അടിയിൽ ജനറേഷൻ കിട്ടണേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മോണോപർക്ക് ബൈഫേഷ്യൽ ടോപ്കോൺ പാനൽസ് ആണ്. ഇതിന് പല കണ്ടീഷനിലായിരിക്കും ഇതിന്റെ പെർഫോമൻസ്. ഇപ്പോൾ ടോപ്കോൺ പാനൽസ് നമ്മൾ ഒരു ഷീറ്റിന്റെ മുകളിൽ വെക്കണേയും നമ്മൾ വൈറ്റ് സർഫസ് അടിച്ച ഒരു വാർക്കയുടെ മുകളിൽ വെക്കണേയും നമ്മൾ അതിന്റെ എഫിഷ്യൻസിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഏറ്റവും നല്ല പാനൽസ് ഏതാണെന്ന് പലരും ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ടയർ 1 സർട്ടിഫിക്കേഷൻസ് ഉള്ള പാനൽസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ആ കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഇതൊക്കെ വെച്ചാണ് ടയർ 1 സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. 30 years ആണ് എല്ലാ കമ്പനിയും വാറണ്ടി കൊടുക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് റൂളാണ് 30 years മിനിമം കൊടുക്കണം എന്നുള്ളത്. പക്ഷേ 10 വർഷം കഴിയുമ്പോൾ ഈ കമ്പനി ഉണ്ടാവുമെന്ന് നമുക്കൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അതാണ് ടയർ 1 സർട്ടിഫൈഡ് പാനൽസ്. അത് നമ്മൾ നോക്കി സെലക്ട് ചെയ്യുക. പിന്നെ ഇൻവെർട്ടേഴ്സിൽ 3 ടൈപ്പ് ഇൻവെർട്ടേഴ്സ് ഉണ്ട്. സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് ഉണ്ട്, മൈക്രോ ഇൻവെർട്ടേഴ്സ് ഉണ്ട്, ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഷെയ്ഡ് കണ്ടമാനമുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് മൈക്രോ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യാം. പക്ഷേ സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എഫിഷ്യൻസിയിലോ പ്രൊഡക്ഷനിലോ ഒന്നും വ്യത്യാസം വരുന്നില്ല. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാവുന്നത് സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് ആയിരിക്കും. ഇതെല്ലാം നമുക്കൊരു സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അപ്പം നമ്മൾ സോളാർ ചെയ്യുന്നതിന് മുമ്പ് ഒരു സൈറ്റ് ഫീസിബിലിറ്റി ആദ്യം എടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ.